ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ഓണപ്പൂക്കളാണ്. അപ്പം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളർ ക്രേപ്പ് പേപ്പറാണ്. ക്രേപ്പ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, പ്രത്യേകിച്ചും ബുക്ക് സ്റ്റോളിലും ഫാൻസി സ്റ്റോറിലൊക്കെ ക്രേപ്പ് പേപ്പർ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് മടക്കുക. ഞാനിപ്പോൾ കുറേ പ്രാവശ്യം ഒന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു 3-4 മടക്ക് മടക്കിയിട്ടുണ്ട്. മടക്കിയതിന് ശേഷം ഇതൊന്ന് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്യുക. വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് മടക്കിയതിന് ശേഷം കട്ട് ചെയ്യാം, പക്ഷേ കട്ടി കൂടുതലായതുകൊണ്ട് ഇനി മടക്കിയാൽ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ടാക്കി, പകുതിയാണ്, റൗണ്ടിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇത്. നോക്കുമ്പോൾ അത് ഫുള്ളായിട്ടിരിക്കും കണ്ടോ. ഇതുപോലെ ഇപ്പം നമുക്ക് ഒരുപാട് ലെയർ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം ഇതിൻ്റെ പെറ്റൽസിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഫുള്ള് കട്ട് ചെയ്ത് മിഡിൽ ഭാഗത്തേക്കൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നൂറ്റി നോക്കാം. കണ്ടോ, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ലെയേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു 6-7 ലെയറെങ്കിലും വേണ്ടി വരും കേട്ടോ, നല്ലൊരു ഫ്ലവർ തയ്യാറാക്കാൻ. നമ്മുടെ ബന്ദിപ്പൂവൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു പൂവാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഇതുപോലെ നൂൽക്കമ്പിയും അതുപോലെ തന്നെ നൂലും വേണം. നൂലെടുക്കുമ്പോൾ ഗ്രീൻ കളർ നൂല് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു തണ്ടിൻ്റെ കറക്റ്റ് കളർ തന്നെ കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നൂൽക്കമ്പിയുടെ സൈഡ് മുകളിൽ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹോളില്ലേ, ഈ ഒരു മധ്യത്തിട്ട ഹോൾ, ആ ഹോളിൽ കൂടെ നൂൽക്കമ്പി കയറ്റണം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ആ ഒരു ഹോളിൽ കൂടെ ഫുള്ള് നൂൽക്കമ്പി അകത്തേക്ക് കയറ്റുവാണ്. അതിൻ്റെ താഴ്ഭാഗമാണ് കയറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ കയറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പേപ്പർ ആയതുകൊണ്ട് കീറിപ്പോവാതെ ശ്രദ്ധിക്കണം. അതുപോലെ ക്രേപ്പ് പേപ്പർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കൈ നനച്ചിട്ടൊന്നും ഉണ്ടാക്കരുത്. കൈ നനഞ്ഞാൽ പേപ്പർ നനഞ്ഞ് ആകെ വൃത്തികേടായി പോവും. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആക്കിയിട്ട് ആദ്യത്തെ ലെയർ നമ്മളൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമുള്ള ലെയറും അല്ലെങ്കിൽ രണ്ടാമത്തെ ലെയറും കെട്ടിയാൽ മതി. അത് കഴിഞ്ഞുള്ള ലെയറൊന്നും നമുക്ക് കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ കയറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ ലെയറും രണ്ടാമത്തെ ലെയറുമാണ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ വെച്ച് താഴെ ഒട്ടിച്ചും കൊടുക്കാം. ഞാനിപ്പോൾ ഒട്ടിക്കുന്നൊന്നുമില്ല കേട്ടോ, അല്ലാതെ കയറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഫുള്ള് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 6-7 ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ളും അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാ ലെയറും അകത്തേക്ക് കയറ്റുവാണ്. ചെറുതുണ്ടെങ്കിൽ ചെറുത് ആദ്യം കയറ്റാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഏകദേശം എല്ലാം ഒരു സൈസിലാണ്, പക്ഷേ നമ്മൾ മുറിച്ച സമയത്ത് മടക്കിയപ്പോൾ അകത്തിരുന്ന പേപ്പറൊക്കെ കുറച്ച് ചെറുതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് എക്സ്ട്രാ ആയിട്ടൊക്കെ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ ആ ഷേപ്പ് ഇല്ലാതെ കിടക്കുന്നതൊക്കെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ആ ഷേപ്പ് അങ്ങോട്ട് ആക്കി എടുക്കണം കണ്ടോ. മുകളിലൊക്കെ കുറച്ച് പൊങ്ങി നിൽക്കുന്നില്ലേ, അപ്പോൾ അത് ചെയ്യാം. അതിന് മുമ്പ് താഴ്ഭാഗം ഒന്ന് പിടിച്ച് നൂല് വെച്ച് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഗ്രീൻ ടേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ടേപ്പ് വാങ്ങിക്കാൻ കിട്ടും. അതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്ത് അതിൽ ഫെവിക്കോൾ തേച്ചിട്ടൊക്കെ ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ടി വരും. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ടേപ്പ് വാങ്ങിച്ചു വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഗ്രീൻ ടേപ്പ് വാങ്ങിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലവർ ചുറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബന്ദിപ്പൂ പോലത്തെ ഒരു പൂവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് പൂക്കളൊക്കെ ഇല്ലാതിരിക്കുന്ന പുറത്തൊക്കെ ഉള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു പൂവാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ കിടക്കുന്ന മുകൾ ഭാഗത്തുള്ള ആ പെറ്റൽസൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുത്തിരിക്കുവാണ്. അപ്പോൾ ഇതുപോലെ ഇതേ മെത്തേഡിൽ തന്നെ എത്ര എണ്ണം വേണമെങ്കിലും തയ്യാറാക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം മാത്രമേ ജസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഫുള്ള് തയ്യാറാക്കുക. ഒരു 8 ഫ്ലവർ തയ്യാറാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പൂക്കൂടയ്ക്ക് അകത്തൊക്കെ വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം. ഇനി ഒരു പൂവും കൂടെ ഉണ്ട്, രണ്ടാമത് ഞാൻ ചെയ്യുന്നൊരു പൂവ്. അപ്പം ഈ ഒരു ഫ്ലവർ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പം അതിനിതാ ഈ കളർ, ഓറഞ്ച് കളർ, സെയിം ക്രേ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു ചെറിയ പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നീളത്തിന് ഒന്ന് കട്ട് ചെയ്യുകയാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം ഇതിൽ വേണ്ടത് സ്ക്വയർ ആയിട്ടുള്ള പീസസ് ആണ് കേട്ടോ. ഇതുപോലെ 3 പീസസാണ് ഒരു പേപ്പറിന്, അല്ല ഒരു ഫ്ലവറിന് വേണ്ടിയത്. ഒരു ഫ്ലവറിൽ 3 പെറ്റൽ ഉണ്ടാവും. അപ്പോൾ അതുപോലെ 3 സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ ഒരേ സൈസിലുള്ളത് തന്നെ എടുക്കണം. ഏകദേശം ഒരേ സൈസ് മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തുണി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. തുണി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗാനിക് തുണിയില്ലേ, അത് വെച്ചിട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തള്ളവിരൽ അകത്തേക്ക് വെക്കുക. അതിനുശേഷം ഈ 2 സൈഡിലെയും പേപ്പർ ഒരുമിച്ച് ഇതുപോലെ ചുരുട്ടി പിടിച്ചതിന് ശേഷം താഴ്ഭാഗം ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി ചുരുട്ടി കൊടുക്കുക.
അപ്പം ഇതാ ഇങ്ങനെ ചുരുട്ടി നല്ല മുറുക്കി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിനി ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഇതേ മെത്തേഡിൽ തന്നെ 3 പെറ്റൽ ഒരേ സെയിം കളറിൽ തയ്യാറാക്കണം കേട്ടോ. അകത്ത് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ളൊരു നല്ല റൗണ്ട് പോലെ ഇരിക്കുന്നൊരു പെറ്റലാണ്. അപ്പോൾ ഇതുപോലെ 3 എണ്ണം തയ്യാറാക്കി വെച്ചതാണിത്. ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം, മഞ്ഞ കളറൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാം, പിങ്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി നൂൽക്കമ്പി വേണം. എല്ലാ ഫ്ലവർ ഉണ്ടാക്കാൻ നൂൽക്കമ്പി ഉള്ളതാണ് കേട്ടോ നല്ലത്. ഇനി നൂൽക്കമ്പി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പെറ്റലുണ്ടാക്കിയതിൻ്റെ ബാക്കി ഒരു സ്ക്വയർ പീസും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നൂൽക്കമ്പിയുടെ അറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ പേപ്പർ വെച്ചിട്ട് കുഞ്ഞൊരു ബഡ് ഉണ്ടാക്കുക. കണ്ടോ, കുഞ്ഞ് ബഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബഡ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. ഈ പേപ്പർ നമ്മൾ പറയുന്ന പോലെ കേട്ടോളും. ഇനി നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് വെച്ച് പിടിപ്പിക്കണം. അതിന് മുമ്പ് ഈ ബഡ് നന്നായിട്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റി ഒന്ന് ടൈറ്റാക്കി വെക്കുക. ഈ ഒരു പേപ്പറിലേക്ക്, ഈ ഒരു കമ്പിയിലേക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ടൈറ്റായി ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെറ്റലായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് പെറ്റൽ വെക്കുവാണ്. ഓരോ പെറ്റൽ വെച്ചിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടണം കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കെട്ടാൻ നോക്കരുത്, കറക്റ്റായിട്ട് ഇരിക്കില്ല, ഇളകിപ്പോകും. ഫസ്റ്റ് പെറ്റൽ ഞാൻ ഇതുപോലെ ചുറ്റി കെട്ടുവാണ്. ജസ്റ്റ് സ്പീഡിന് ഇതുപോലെ ചുറ്റി കൊടുത്താൽ മതിയാവും. നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ചുറ്റുന്ന സമയത്ത് ഒരു 4-5 പ്രാവശ്യം ഒന്ന് ചുറ്റുക, എങ്കിലേ ടൈറ്റായിട്ടിരിക്കുള്ളൂ. കെട്ടണം എന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇടയ്ക്കൊരു കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ പൂക്ക് കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ പെറ്റൽ ഇതുപോലെ വെക്കുവാണ്. രണ്ടാമത്തെ പെറ്റൽ വെച്ചിട്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെച്ച് ഒന്ന് കറക്കി കെട്ടിക്കൊടുക്കുക. അങ്ങനെയാണ് 3 പെറ്റലും വെക്കേണ്ടത്. ഒരു പെറ്റൽ വെച്ച പോലെ തന്നെയാണ് എല്ലാം വെക്കുന്നത്. വെക്കുന്ന സ്ഥലം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ 3 വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലവർ പോലെ. പിന്നെ മധ്യത്ത് ഇതുപോലെ ബഡ് വെക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ പിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിപ്സ് വെച്ചാൽ കുറച്ച് മോഡേൺ ഫ്ലവർ ആയിട്ടിരിക്കും. ഇതിപ്പോൾ നാടൻ പൂക്കളായതുകൊണ്ടാണ് ഞാൻ പിപ്സ് വെക്കാതെ ഈ ബഡ് വെച്ച് ചെയ്യുന്നത്. പിപ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഫ്ലവർ വൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ പിപ്സും സ്റ്റോക്കില്ല, അതുകൊണ്ടാണ് ബഡും കൂടെ വെച്ച് ചെയ്തത്. ഇനി നമുക്കിതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റണം. ഗ്രീൻ ടേപ്പ് ഞാൻ നേരത്തെ ഫ്ലവറിൽ കാണിച്ചിരുന്നല്ലോ. ഇതാണ് ഗ്രീൻ ടേപ്പ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങുക. ഇതിന് ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, വലിച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ മുകളിലത്തെ ഭാഗം കവർ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ പക്ഷേ ഒട്ടിക്കാൻ, ഇങ്ങനെ കറക്കിയെടുക്കാൻ. ടൈറ്റ് ആക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ എടുക്കുമ്പോൾ ഈ ഗ്രീൻ ടേപ്പ് ഇളകി പോകും. അതുകൊണ്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ഇതുപോലെ ചുറ്റി കൊടുക്കാൻ. നല്ല വൃത്തിയായിട്ടുള്ള ഒരു നല്ല സ്റ്റെം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്യാറാക്കിയ 2 ഫ്ലവറും വളരെ സിമ്പിളായിട്ട് തന്നെ ഒരേ പേപ്പർ വെച്ചിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള 2 ഫ്ലവേഴ്സും തയ്യാറാക്കി നോക്കുക. ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ സിമ്പിൾ ഫ്ലവേഴ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്